ഹായ് ഗായ്സ്, ഗുഡ് മോർണിംഗ് ടു ഓൾ. അപ്പോൾ ഇന്നൊരു ശനിയാഴ്ച മോർണിംഗ് ആണ്. രാത്രി നല്ല മഴ പെയ്തുകൊണ്ട് തന്നെ നല്ല മൂക്കടപ്പും ജലദോഷമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെയാണ് ഈ കാണുന്ന ടിഷ്യൂ പേപ്പറൊക്കെ കിടക്കുന്നത്. അങ്ങനെ രാവിലെ തന്നെ ഒരു 10 മണിയൊക്കെ ആയപ്പോൾ എണീറ്റ് ഞാൻ നേരെ ഫസ്റ്റ് ഞാൻ പോകും. 2 ബാൽക്കണി ഉണ്ട് ഇവിടെ. അപ്പം ഒന്ന് സൈഡിൽ ബാൽക്കണിയാണ്. അപ്പോൾ അവിടേക്ക് ഒന്ന് പോയിട്ട് ഞാൻ അങ്ങനെ എല്ലാം ഒന്ന് നോക്കും കേട്ടോ. നല്ല മഴയൊക്കെ പെയ്തല്ലേ, അപ്പോൾ എന്തെങ്കിലും അപകടങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടായിട്ടുണ്ടോ എന്ന് നോക്കാം. നമ്മൾ രാത്രി വാതിലടച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാൻ രാവിലെ ഉണർന്നിട്ട് ഇതൊക്കെ കാണുള്ളൂ. അപ്പോൾ ഫ്രണ്ടിലെ ബാൽക്കണിയാണിത്. ഇതിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഫുള്ള് വെള്ളമായിട്ടുണ്ട്. കാരണം അത്രയ്ക്കും കാറ്റടിച്ചിട്ടാട്ടോ ഇപ്പോഴത്തെ മഴ എന്ന് പറയുന്നത്. അപ്പം ഫുള്ള് വെള്ളമായിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം നമുക്ക് ക്ലീൻ ചെയ്തെടുക്കണം. കാരണം താഴെ ഇപ്പം എൻ്റെ വീടിൻ്റെ തൊട്ട് താഴെ തന്നെ ആ ഒരു വീട്ടിലെ കല്യാണമാണ് കേട്ടോ. അപ്പോൾ അവിടെ കല്യാണം ആകുമ്പോൾ നമുക്കും നമ്മളെ വീടൊക്കെ ഒന്ന് വൃത്തിയാക്കി വെക്കണ്ടേ. ആരെങ്കിലുമൊക്കെ മുകളിലേക്ക് വന്ന് നോക്കുകയാണെങ്കിൽ വെച്ചിട്ട് എനിക്കത് വൃത്തിയാക്കിയില്ലെങ്കിൽ ഒരു സമാധാനം ഇല്ല കേട്ടോ. അപ്പം നല്ലൊരു മഴ തോർന്നൊരു അന്തരീക്ഷമാണ്. പക്ഷെ നല്ല മഴ വരാനുള്ളൊരു അന്തരീക്ഷം കൂടിയാണെന്ന് തോന്നുന്നു കേട്ടോ. കാരണം ഇതിവിടെ പന്തലൊക്കെ ഇട്ടിട്ടുണ്ടേ. താഴത്തൊക്കെ ഞാൻ പറഞ്ഞില്ല കല്യാണമാണ്. അപ്പം അങ്ങനെ നല്ലൊരു വൈബാണ്. അപ്പോൾ രാവിലെ ഞാൻ എണീറ്റ് പിന്നെ പല്ല് തേക്കണമല്ലോ. പല്ല് തേക്കേണ്ട ഒരു ചടങ്ങല്ലേ. ഇത് കണ്ടോ, ഇത് നമ്മൾ ബ്രഷ് ഇട്ട് വെക്കുന്ന ഒരു ബോക്സ് ആണ് കേട്ടോ. നല്ലൊരു യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഐറ്റം ആണ്. ഞാനത് ഇവിടുന്ന് ഡിമാർട്ടിൽ നിന്ന് വാങ്ങിച്ചാട്ടോ. ഒരു 29 റുപ്പീസേ ഉള്ളൂ. പക്ഷെ നല്ല യൂസ്ഫുൾ ആണ്. കാരണം നമ്മൾ ബ്രഷ് നമ്മൾ പല്ല് തേച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ഇട്ടിട്ട് നമുക്ക് അടച്ചു വെക്കാം കേട്ടോ. കാരണം പാറ്റിയോ വേറെ ജന്തുക്കളോ കൊതുകോ ഒന്നും ഇരിക്കുമല്ല, സേഫ് ആയിട്ട് ഇരുന്നോളും. പേസ്റ്റ് ഞാൻ യൂസ് ചെയ്യണത് സെൻസോഡൈൻ ആണ് കേട്ടോ. ഞാൻ ഒരുപാട് ഇപ്പോൾ 2-3 വർഷമായിട്ട് സെൻസോഡൈൻ തന്നെയാണ്. കാരണം എനിക്ക് നല്ല സെൻസിറ്റിവിറ്റി ഉണ്ട്. അപ്പം ഇത് യൂസ് ചെയ്യുമ്പം എനിക്ക് നല്ല മാറ്റമുണ്ട്. ഫേസ് വാഷ് ഞാൻ യൂസ് ചെയ്യണത് പോൺസിന്റെ ചാർക്കോളിന്റെ ആണ് കേട്ടോ. ഇത് നല്ല അടിപൊളി ഫേസ് വാഷാണ്. ഇത് ഒരു പ്രൊഡക്റ്റിന്റെ പ്രൊമോഷൻസോ കാര്യങ്ങളോ ഒന്നും അല്ല കേട്ടോ. ഞാൻ യൂസ് ചെയ്യുന്ന പ്രൊഡക്ട്സ് ഒക്കെ ഒന്ന് കാണിച്ചു തരാമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പം ഇത് കുറച്ച് തന്നെ എടുത്താൽ മതി. നല്ല ഫോം ഉള്ളതാണിത്. പക്ഷെ ഇത് ഞാൻ എടുത്തപ്പോൾ കുറച്ച് കൂടിപ്പോയി കേട്ടോ. ഇത്രയും വേണ്ട. കാരണം അത്രയും നല്ല കുറച്ചെടുത്താൽ തന്നെ നല്ല രീതിയിൽ ഉണ്ടാവും. അങ്ങനെ ഞാൻ അപ്ലൈ ചെയ്ത് കുറച്ച് നമ്മൾ മുഖം ഒന്ന് വെള്ളമാക്കിയിട്ട് ഇത് മസാജ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നല്ല ഡ്രൈ ആയിട്ട് നിൽക്കും. എനിക്ക് ഫേസ് അധികം ഓയിലായിട്ട് നിൽക്കണ ഇഷ്ടമല്ല. അപ്പം നന്നായിട്ട് ഞാൻ ഇതുപോലെ മസാജ് ചെയ്തിട്ട് നമ്മൾ ഫേസ് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ഡേർട്ട് കാര്യങ്ങളൊക്കെ പോകും കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ റോഹ സ്കിൻ കേട്ടോ. ഒരു മേക്കപ്പും കാര്യങ്ങളൊന്നും ഇല്ല. നല്ല കണ്ണിന് ചുറ്റും ഡാർക്ക് സർക്കിളൊക്കെ ഉണ്ടായി, കുറച്ച് കുത്തും പാടൊക്കെ ഉണ്ട്. അങ്ങനെ ഞാനിപ്പോൾ കുറച്ചായിട്ട് ഞാൻ ഭയങ്കര ലേസിയാണ്. സ്കിൻ കെയർ ഒന്നും ഞാൻ ചെയ്യാറേ ഇല്ല കേട്ടോ. അപ്പോൾ തന്നെ നല്ല ഡള്ളായിട്ടുണ്ട്. കുഴപ്പമില്ല. ഞാൻ എന്നാലും ഇന്നലെ ഞാനൊരു ക്ലീനപ്പ് ഒക്കെ ചെയ്തായിരുന്നു കേട്ടോ. അപ്പോൾ ചെയ്തപ്പോൾ തന്നെ കുറച്ച് നല്ല മാറ്റമുണ്ട്. പിന്നെ ത്രെഡിങ് കൂടി ചെയ്തപ്പോൾ മുഖം ഒന്ന് ചെറുതായിട്ട് ക്ലിയർ ആയിട്ടുണ്ട്. ഇതിന് മുന്നേ നല്ല ടാൻ അടിച്ചിരുന്നു. അപ്പോൾ അത് ഇത്രയേ ഉള്ളൂ എൻ്റെ മോർണിംഗ് സ്കിൻ കെയർ റൂട്ടീൻ. അടുത്ത ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനുള്ള പരിപാടി കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് ഒന്നുമില്ല, സിമ്പിൾ ആൻഡ് ഹമ്പിൾ ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഇത്. ഞങ്ങൾ ഇങ്ങനെ പുട്ടും കൂടെ ഞാൻ വീട്ടിൽ നിന്ന് അടിച്ചു മാറ്റി കൊണ്ടുവന്നാണ്. അമ്മ അവിടെ വേറെ പുട്ടും കൂടെ വാങ്ങിച്ചപ്പോൾ ഞാൻ പറഞ്ഞത് എനിക്ക് തരും. എനിക്ക് ഈ കുടം കൊണ്ട് 2 ഉപയോഗമുണ്ട്. ഒന്ന് ആവി പിടിക്കാനും പിന്നെ അതുപോലെ മുട്ട പുഴുങ്ങാനും. അപ്പം ഞാൻ 2 മുട്ട ഇങ്ങനെ ജസ്റ്റ് വാഷ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. കഴുകി അമ്മ എപ്പോഴും പറയാറുണ്ട് അതിൽ പൊടിയോ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം എൻ്റെ അമ്മ എൻ്റെ ടെൻഡൻസി നോക്കിയാൽ 2 കൂട്ടിയിടിക്കാനുള്ളൊരു ഇതെന്ന്. അങ്ങനെ നമ്മൾ കഴുകിയ മുട്ട നമ്മൾ ആ ഞെളിങ്ങിയ പുട്ടും കൂടത്തിലോട്ട് അങ്ങനെ ഇടുക. എന്നിട്ട് നമുക്കത് ഗ്യാസ് ഓൺ ആക്കിയിട്ട് നമുക്ക് പുഴുങ്ങിയെടുക്കാനുള്ള പരിപാടി നോക്കാം കേട്ടോ. അത്രേ ഉള്ളൂ. ബ്രേക്ക്ഫാസ്റ്റിനൊന്നും നമ്മളധികം സമയം കളയാറില്ല. പുഴുങ്ങിയ മുട്ടയാവുമ്പോൾ പിന്നെ ഡയറ്റും ആവുമല്ലോ, പ്രോട്ടീനും ആവും, അങ്ങനെ പണിയും കുറയും. അത് കഴിഞ്ഞ് കുറച്ച് ക്ലീനിങ് പരിപാടിയുണ്ട് കേട്ടോ. എത്ര ക്ലീൻ ആക്കിയാലും എൻ്റെ ദൈവമേ ഇതെങ്ങനെ. എൻ്റെ മൂപ്പര് ചോദിക്കാറുണ്ട്, അവിടെ വീട്ടിൽ വേറെ ആരുമില്ലല്ലോ, നീ തന്നെ അല്ലേ ഉള്ളൂ, അപ്പം മീൻസ് വൃത്തികേടാക്കിയിടണതും ഞാൻ തന്നെ, അത് ക്ലീൻ ആക്കണതും ഞാൻ തന്നെ. അത് തുണികൾ മടക്കി വെച്ചതൊക്കെ മടിയാവും. അപ്പം ഞാൻ ചെയ്യാറില്ല. എപ്പോഴെങ്കിലും തോന്നുമ്പോൾ ചെയ്യുള്ളൂ. അങ്ങനെ തുണികളൊക്കെ വാഷ് ചെയ്യാനുണ്ടായിരുന്നു. അതൊക്കെ വാഷിംഗ് മെഷീനിൽ ഇട്ടു. അപ്പം എപ്പോഴെങ്കിലുമൊക്കെ വാഷ് ചെയ്യുള്ളൂ കേട്ടോ. കുറേ ആയി കഴിഞ്ഞാലേ വാഷ് ചെയ്യുള്ളൂ. ഈ പരിപാടികളൊക്കെ കഴിഞ്ഞാൽ നമുക്ക് ചെറുതായിട്ടൊന്ന് വർക്കൗട്ട് ചെയ്യാം കേട്ടോ. ഈവനിങ് ഞാൻ ജിമ്മിന് പോകാറുണ്ട്. അപ്പോൾ മോർണിംഗിൽ ചെറുതായിട്ട് വാമപ്പേ ചെയ്യാറുള്ളൂ. അപ്പം ഹെഡ് റൊട്ടേഷനാണ് ചെയ്യണത് ഫസ്റ്റിന്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് കണ്ടിട്ട് ചെയ്ത് നോക്കാം കേട്ടോ. ഇത് വീട്ടിൽ നിന്ന് തന്നെ ചെയ്യാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ളതാണ്. അടുത്തത് നമ്മളിതുപോലെ റിസ്റ്റ് റൊട്ടേഷനാണ്. അപ്പം നമ്മളെ ബോഡി എല്ലാ പാർട്സൊക്കെ നമ്മളൊന്ന് വാമപ്പ് ചെയ്തെടുക്കുകയാണ്. അതുപോലെ ഷോൾഡർ റൊട്ടേഷൻ ചെയ്യുക. ഒക്കെ ഓരോ 10 കൗണ്ട് വെച്ചിട്ട് ചെയ്യുക കേട്ടോ. എന്നിട്ട് ഹിപ്പ് റൊട്ടേഷൻ, ഹിപ്പ് മാത്രം, ബോഡി അനങ്ങാണ്ട് ഹിപ്പ് മാത്രം റൊട്ടേറ്റ് ചെയ്യുക. അതായത് റിവേഴ്സ് ആയിട്ടും ചെയ്യുക.
അതുപോലെ ലെഗ്സ് ചെയ്യുക. ലെഗ്സും മീൻസ് രണ്ട് ക്ലോക്ക് വൈസ് ആൻഡ് ആൻറ്റി ക്ലോക്ക് വൈസ് ചെയ്യുക. 2 ലെഗ്സും അതിൽ 10 കൗണ്ട് വെച്ചിട്ടൊക്കെ ചെയ്യുക. സിമ്പിളായിട്ട്, അതായത് ജസ്റ്റ് നമ്മൾ ഒന്നും ചെയ്യുന്നില്ലെങ്കിലും ജസ്റ്റ് ഒരു വാമപ്പെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ ബോഡിക്ക് നല്ലൊരു ഫ്ലെക്സിബിലിറ്റി കിട്ടും. അതുപോലെ ലെഗ്സിന് എല്ലാ ബോഡി പാർട്സിലും എല്ലായിടത്തും ഒരു ഫ്ലെക്സിബിലിറ്റി കിട്ടാൻ വേണ്ടിയിട്ടുള്ള എക്സസൈസസ് ആണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് ഞാൻ ജസ്റ്റ് വാമപ്പ് കാണിക്കുന്നുള്ളൂ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ഫുൾ വീഡിയോ ഞാൻ ഈ സിമ്പിൾ വർക്കൗട്ട്സിൻ്റെ വേണമെങ്കിൽ ചെയ്യാം. നിങ്ങൾ റിക്വസ്റ്റ് ചെയ്യുകയാണെങ്കിൽ, ആരെങ്കിലും അങ്ങനെ ആവശ്യമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതുപോലെ ഇത് ഒക്കെ കൗണ്ട്സ് ഒക്കെ നമ്മളൊരു ഇങ്ങനത്തെ ഒക്കെ ചെയ്യുമ്പോൾ ഒരു 10 to 15 കൗണ്ട്സ് ചെയ്യുക. 3 സെറ്റായിട്ടൊക്കെ വേണമെങ്കിൽ ചെയ്യുക കേട്ടോ. സിറ്റപ്പ് ചെയ്യുക. സിറ്റപ്പ് അതുപോലെ ഒരു 15 to 25 കൗണ്ട്സ് അങ്ങനെ ചെയ്യുക. പിന്നെ അടുത്തത് നമ്മൾ സ്കിപ്പിംഗ് ആണ് ചെയ്യുന്നത് കേട്ടോ. സ്കിപ്പിംഗ് ഒരു 100 to 200 ചെയ്യുക കേട്ടോ. എൻ്റെ അടുത്ത് എൻ്റെ ട്രെയിനർ പറഞ്ഞിട്ടുള്ളത് നമ്മൾ ജിമ്മിന് ഒരു ദിവസം പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു 400 സ്കിപ്പിംഗ് എങ്കിലും ചെയ്യാനാണ്. അപ്പോൾ സ്കിപ്പിംഗ് നമ്മൾ മുടക്കാതെ ചെയ്യുക. അന്നേരം ഓവറായിട്ട് ചെയ്യരുത്. ഒരു ദിവസം ഒരു 100 എങ്കിലും മിനിമം ചെയ്യാൻ നോക്കുക. അങ്ങനെ ജസ്റ്റ് തളർന്ന് മക്കളെ തളർന്ന്. അപ്പോൾ ഒരു 100 സെറ്റ് ആയിട്ടുണ്ട്. ഇനി അടുത്ത 100 കൂടി അടുത്ത് ചെയ്യാനുള്ള ഒരു പരിപാടിയിലാണ് കേട്ടോ. കാരണം അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഒരു 100 സെറ്റ് ചെയ്തതിൻ്റെ ശേഷം ഒന്ന് റെസ്റ്റ് എടുക്കുക. എന്നിട്ട് നെക്സ്റ്റ് വീണ്ടും സ്റ്റാർട്ട് ചെയ്യുക കേട്ടോ. അത് നമ്മൾ സ്കിപ്പിംഗ് ചെയ്യുമ്പോൾ തന്നെ നമ്മളുടെ താഴെ, കാലിൻ്റെ താഴെ നമ്മൾ ഉപ്പൂറ്റി ഇത് ഹീൽസിൻ്റെ ആ ഭാഗം താഴെ തട്ടരുത് കേട്ടോ. അത് കുറച്ച് പൊക്കിയിട്ട് വേണം ചെയ്യാൻ. ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത്. കാരണം ഇല്ലെന്നുണ്ടെങ്കിൽ അവിടെ കാല് വേദന എടുക്കുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇതുപോലെ അതേ കാല് കുറച്ചിങ്ങനെ പൊക്കിയിട്ട് അങ്ങനെ ചെയ്യുക കേട്ടോ. അപ്പോൾ അതേ നന്നായിട്ട് വിയർക്കണം കേട്ടോ. വിയർത്താലാണ് നമുക്കതിൻ്റെ ആ ഒരു റിസൾട്ട് അറിയാൻ പറ്റുക. അതുപോലെ നമ്മൾ ഈ വയറ് കുറയാൻ വേണ്ടിയിട്ട് ഇതുപോലത്തെ സിമ്പിളായിട്ടുള്ള വർക്കൗട്ട് ചെയ്യുക കേട്ടോ. ഇത് ഒരു നമ്മളൊരു 15 to 30 കൗണ്ട് അങ്ങനെ ഒരു 3 സെറ്റായിട്ട് ചെയ്യാം. അതുപോലെ തന്നെ ഈ ഒരു വർക്കൗട്ട് ഇത് ഭയങ്കര ഡിഫിക്കൽട്ടാണ് കേട്ടോ. ഈ വർക്കൗട്ട്സ് ഇപ്പം ഞാൻ കാണിച്ചൊക്കെ സിമ്പിളാണ്, പക്ഷേ ഇതിനെക്കാട്ടിയും ഡിഫിക്കൽട്ടാണ് ബാക്കി എല്ലാ വർക്കൗട്ട്സും. വാമപ്പ് നമുക്ക് അത്ര വലിയ സീനില്ല, പക്ഷെ ഇതൊക്കെ ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് നല്ല കഷ്ടപ്പാടാണ് കേട്ടോ. ഞാൻ അതുകൊണ്ടാണ് ജിമ്മിലെ വീഡിയോ ഒന്നും കാണിക്കാത്തത്. കാരണം ഞാൻ എൻ്റെ ഫേസ് എക്സ്പ്രഷൻ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഓടും. കാരണം അങ്ങനെ നമ്മൾ ചത്തു എന്നുള്ള മട്ടിലാണ് നമ്മളെ അവസ്ഥ. ഇതൊക്കെ പിന്നെ സിമ്പിളായിട്ടുള്ള വർക്കൗട്ട്സ് ആണ് കേട്ടോ. അപ്പം ഞാൻ ഇപ്പം ഈ ഒരു വീഡിയോയിലൊക്കെ ഞാൻ സിമ്പിളായിട്ടുള്ള വർക്കൗട്ട്സേ കാണിച്ചിട്ടുള്ളൂ. നമ്മൾ ജിമ്മിലൊന്നും ചെയ്യുന്ന അത്രയും ഹാർഡ് വർക്കൗട്ട്സ് ഒന്നും ഞാൻ അതിൽ കാണിച്ചിട്ടില്ല കേട്ടോ. അതൊക്കെ വേണമെങ്കിൽ ഞാൻ ആദ്യം പഠിക്കണം, എന്നിട്ടേ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുള്ളൂ. ഞാൻ പഠിച്ചതാണ്, എങ്കിൽ പോലും ഞാൻ അത്രയും അങ്ങോട്ട് എക്സ്പേർട്ടൊന്നും ആയിട്ടില്ല. ഞാൻ കുറേ റെസ്റ്റൊക്കെ എടുത്തിട്ട് ഞാൻ ചെയ്യാറുള്ളൂ. അങ്ങനെ എല്ലാം കഴിഞ്ഞ് നമുക്ക് നല്ലൊരു കാറ്റ് കിട്ടാൻ നമ്മുടെ നേച്ചറിൽ എന്താ പറയുക, പുറത്ത് ഞാൻ ബാൽക്കണിയിൽ ഇറങ്ങിയ എനിക്ക് നല്ല ശ്വാസം മുട്ടലുള്ള ആളാണ്. അപ്പോൾ കുറച്ച് ശുദ്ധവായു ശ്വസിക്കാൻ വേണ്ടി ഞാൻ ഇങ്ങനെ ബാൽക്കണിയിലോട്ട് ഇറങ്ങി. അപ്പോൾ നമ്മളെ വർക്കൗട്ട് ഇത്രയേ ഉള്ളൂ. ഞാൻ വാമപ്പ് മാത്രമേ ചെയ്തിട്ടുള്ളൂ. അതവിടെ കഴിഞ്ഞു. ഇപ്പോൾ ഒരു 2 ആഴ്ചയായിട്ട് ഞാൻ ഈ പരിപാടി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അതായത് വെറും വയറ്റിൽ നെയ്യ് കഴിക്കുക. കുറേ സെലിബ്രിറ്റീസൊക്കെ കഴിക്കണം കണ്ട് വെള്ളം നടക്കുക എന്തോ. എന്നാലും പക്ഷേ ഇത് സത്യം പറഞ്ഞാൽ എനിക്ക് ഇഷ്ടമല്ല. ഞാനിത് വിഴുങ്ങുകയാണ് ചെയ്യാറ്. എൻ്റെ പൊന്നോ, വല്ലാത്തൊരു അവസ്ഥ. പക്ഷേ അകത്തോട്ട് എത്തിക്കഴിഞ്ഞാൽ കുറച്ചൊരു ടേസ്റ്റ് ഉണ്ട് കേട്ടോ. എന്നാലും ഞാൻ അത് കഴിഞ്ഞാൽ കുറച്ചൊരു വെള്ളം കുടിക്കും, ഒരു തുള്ളി. അതൊന്ന് മീൻസ് ഇടയ്ക്ക് ഇനി തൊണ്ടയിലിരിക്കുന്ന പോലെ തോന്നും. അപ്പോൾ അത് ഇറങ്ങാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വെള്ളം കുടിക്കും. എന്നിട്ട് ഞാൻ കുറച്ച് റെസ്റ്റ് എടുക്കും കേട്ടോ. ആ റെസ്റ്റ് എടുക്കുന്ന ടൈമിൽ ഞാൻ നന്നായിട്ട് വേർക്കാറുണ്ട്. കാരണം ശരിക്കും പറഞ്ഞാൽ നമ്മളൊക്കെ നല്ല വേർക്കണമെന്ന് പറഞ്ഞാൽ, ഞാനെന്ന് പറഞ്ഞാൽ മടിച്ചിരുന്നോണ്ടാണ് ഞാൻ ഇതുവരെ വേർപ്പൊന്നും അറിയാഞ്ഞത്. ഒരു പണി എടുക്കൂലല്ലോ. വീട്ടിലാണെങ്കിൽ അമ്മയും അച്ഛനും, ഇവിടെയാണെങ്കിൽ ഭർത്താവ്, അങ്ങനെ എന്നെ എല്ലാവരും വഷളാക്കിച്ചിട്ടുണ്ട്. ഇപ്പോഴാണ് ഞാൻ മെനക്കെട്ട് വർക്കൗട്ടൊക്കെ ചെയ്യുമ്പോഴാണ് മെനക്കേട് എന്താണെന്ന് മനസ്സിലാവുന്നത്. അങ്ങനെ ഞാൻ വീണ്ടും രാജമാതയായി കേട്ടോ. അതെൻ്റെ സ്വന്തം സോഫയാണ്. ഈ സോഫയിൽ ഞാൻ വേറെ ആരും ഇരിക്കാൻ സമ്മതിക്കില്ല. അതെൻ്റെ റെസ്റ്റ് എടുക്കുന്ന സ്ഥലം. ഒരു തൊട്ടിലൊക്കെ പോലെ ഫീൽ ചെയ്യുക കേട്ടോ. ഇരുന്ന് കഴിഞ്ഞാൽ നല്ലൊരു എന്താ പറയുക ആശ്വാസമാണ്. അങ്ങനെ ഞാൻ വേർപ്പൊക്കെ ഒന്ന് മാറുന്ന വരെ ഇരുന്നു. അതിനുശേഷം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണമല്ലോ. അപ്പം ഞാൻ ചായ ഉണ്ടാക്കുകയാണ്. ചായ എനിക്ക് നിർബന്ധമാട്ടോ. ചായ തിളയ്ക്കുമ്പോഴത്തേക്ക് നമ്മളുടെ പുഴുങ്ങിയ മുട്ട ഇവിടെ റെഡിയാണ്. അപ്പം ഞാൻ അതിലേക്ക് കുറച്ച് പച്ചവെള്ളം കൂടി ഒഴിച്ചിട്ട് ആ ചൂടൊന്ന് മാറിയിട്ട് അത് പൊളിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് പൊളിക്കാൻ പറ്റും കേട്ടോ. അതുപോലെ നല്ല അധിക സമയമൊന്നും എടുക്കില്ല, വേഗം പൊളിഞ്ഞ് കിട്ടും. അങ്ങനെ ഞാൻ 2 മുട്ടയും പൊളിച്ചെടുത്തു.
അപ്പോൾ നമ്മളുടെ ബ്രേക്ക്ഫാസ്റ്റ് ബോയിൽഡ് എഗ് ആൻഡ് ടീ. അപ്പം ചായയിൽ ഇപ്പം ഞാൻ ഷുഗർ കട്ട് ചെയ്തിട്ടുണ്ട്. ഷുഗർ മീൻസ് വല്ലാതെ അങ്ങനെയില്ല, കൺട്രോൾ ചെയ്തു. അപ്പോൾ ഷുഗർ ഇടാതെ ഞാൻ ചായ കുടിക്കാൻ തുടങ്ങി. അപ്പോൾ അതിൻ്റെ പകരം ഞാൻ ഇത് ശർക്കര ആഡ് ചെയ്യുന്നു. ശർക്കരേൻ്റെ പൊടി കിട്ടുന്നുണ്ട്, അപ്പോൾ അത് ആഡ് ചെയ്യാം കേട്ടോ. അത് 2 ടീസ്പൂൺ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചെറിയൊരു മധുരം നമുക്ക് ഫീൽ ചെയ്യും. ഞാൻ അതിൻ്റെ മുന്നേ ഹണിയാണ് ആഡ് ചെയ്തിരുന്നത്. അപ്പോൾ എനിക്ക് ആ ഒരു ഒറിജിനൽ ഹണി കിട്ടാനില്ല. അപ്പം ഞാൻ ശർക്കര ആഡ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഞാൻ വീണ്ടും എൻ്റെ ഒരു ഫേവറേറ്റ് പ്ലേസ് ആണ് കേട്ടോ അത്. നല്ല മഴയൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് ഇവിടെ ഇരുന്ന് ഇങ്ങനെ ചായ കുടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു വൈബാണ് കേട്ടോ. നല്ല കിടിലം മഴയാണ്. ഈ പന്തൽ എന്താണെന്നറിയോ, ഞാൻ പറഞ്ഞില്ലേ, നേരത്തെ പറഞ്ഞില്ലേ, താഴത്തെ വീട്ടിലെ കല്യാണമാണ്. അപ്പോൾ അതിൻ്റെയാണ് ആ പന്തലൊക്കെ കാണുന്നത്. അങ്ങനെ ഞാൻ ചായ, മഴ ചായ ഞാൻ ആസ്വദിച്ച് എൻ്റെ പുഴുങ്ങിയ മുട്ടയും ചായയും കുടിക്കുകയാണേ. ചായ കുടിച്ചതിൻ്റെ ശേഷം ദേ പാത്രങ്ങൾ കഴുകാനുണ്ട് കേട്ടോ. പാത്രങ്ങൾ അധികമൊന്നുമില്ല, നമ്മൾ മുട്ട മുഴുങ്ങിയതിൻ്റെയും പിന്നെ ചായ വെച്ചതിൻ്റെയും മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് പാത്രങ്ങൾ കഴുകാനും കുറവേ ഉണ്ടാവുള്ളൂ. പക്ഷേ ഇതൊന്നും നടക്കില്ല, ഇതൊക്കെ ഒറ്റയ്ക്ക് ജീവിക്കുമ്പോഴേ നടക്കുള്ളൂ കേട്ടോ. എൻ്റെ കെട്ടിയനും കൂടെ ഉണ്ടാകുമ്പോൾ മൂപ്പർക്ക് നല്ല ഹെവി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ വേണം. അപ്പം ഞങ്ങൾ ഇങ്ങനെ ഒന്നും ആയിരിക്കില്ല ബ്രേക്ക്ഫാസ്റ്റ്. മുട്ട പുഴുങ്ങിയതിലൊന്നും ആവില്ല. അത് മുട്ട പുഴുങ്ങിയത് മുട്ടക്കറിയാവും, പിന്നെ ചപ്പാത്തിയാവും, ദോശയാവും, അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാവല്ലോ കേട്ടോ. ഇതിപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ ഒരു മൂഡ് ഉണ്ടാവില്ലല്ലോ ഒന്നും കഴിക്കാനൊന്നും. വീട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഓക്കെ, നമ്മളെല്ലാവരും കൂടിയിട്ടൊക്കെ ഒരുമിച്ച് കഴിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു വൈബാണ്. ഒറ്റയ്ക്ക് നമുക്ക് വിശപ്പിന് എന്തെങ്കിലും കഴിച്ചാൽ മതി. പിന്നെ ഒരു പ്രോട്ടീൻ എന്തെങ്കിലുമൊക്കെ ആ രീതിയിലും മതി എന്നിട്ട് വേഗം പണി തീർക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ ഒരു പരിപാടി ചെയ്തത്. നെക്സ്റ്റ് ഞാൻ വീണ്ടും റെസ്റ്റ്. ഇതെൻ്റെ റെസ്റ്റിംഗ് പ്ലേസ് ആണ്. ഞാൻ പറയില്ല, എൻ്റെ തൊട്ടിൽ പോലെയാണ്. ഞാൻ കാലൊക്കെ നീട്ടി വെച്ച് നല്ല സുഖമായിട്ട് ഞാൻ അപ്പോഴത്തേക്ക് ഇതേ നല്ല പെരും മഴ ചെയ്താട്ടോ. മഴ ഇപ്പോഴത്തെ കാലാവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചു നേരം മഴ ഉണ്ടാവില്ല, അത് കഴിഞ്ഞാൽ വീണ്ടും മഴ, അങ്ങനെയാണ്. നമുക്ക് പുറത്തൊന്നും പോകാൻ പറ്റില്ല ഈ മഴയത്ത്. സത്യം പറഞ്ഞാൽ എനിക്ക് പുറത്ത് പോകാനോ ഭയങ്കര മടിയാണ് കേട്ടോ. നനഞ്ഞൊലിച്ച് നമ്മളൊരു സ്ഥലത്തേക്ക് എന്തിനാ വെറുതെ പോണത്. അങ്ങനത്തെ ബാൽക്കണി ഫുള്ള് മഴയായിട്ട് ഞാൻ നേരത്തെ ക്ലീൻ ചെയ്തിട്ടില്ലായിരുന്നല്ലോ, അപ്പോൾ അത് ക്ലീൻ ചെയ്യണം. അപ്പോൾ ഇവിടുത്തെ പൂക്കളൊക്കെ ഒന്ന് കാണുമായിരുന്നു. ലഞ്ച് പ്രിപ്പറേഷൻ ആട്ടോ. ലഞ്ചിന് ഞാൻ ഉണ്ടാക്കുന്ന ഒരു രീതി എന്ന് പറഞ്ഞത് എൻ്റെ തന്നെ ഒരു റെസിപ്പി ഒക്കെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ചോറ് ഇങ്ങനെ ഉണ്ടാക്കി വെക്കുന്നതാണ്. അപ്പോൾ എത്ര ചോറാണ് യൂസ് ചെയ്യാറ്, അപ്പോൾ അതിലേക്ക് ഞാൻ ചൂടുവെള്ളം ഒഴിച്ച് വെച്ചാട്ടോ. ഒന്ന് ചൂടൊക്കെ ഫ്രിഡ്ജിൽ വെച്ചതായിരുന്നു. അതുപോലെ ഞാൻ എഗ് എടുക്കുന്നുണ്ട്, പിന്നെ ഒനിയൻ ഉണ്ട്, പിന്നെ വേവിച്ച പച്ചക്കറി കേട്ടോ. ഇതിനകത്ത് ബീൻസ്, ക്യാരറ്റ്, പിന്നെ നമ്മൾ കോവയ്ക്കാണ് വരുന്നത്. അപ്പോൾ ഞാൻ ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്ത് വെക്കും, പച്ചക്കറിയൊക്കെ വാങ്ങിച്ചിട്ട്. അപ്പോൾ കുറച്ച് ഉണ്ടാക്കാറാണ്. ഡയറ്റ് ഫുഡ് ആണോ എന്ന് വെച്ചാൽ അതെ. പിന്നെ കൂടുതൽ കറിയോ ഉപ്പേരി ഒന്നും ഉണ്ടാക്കണ്ട, എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് ഒറ്റ ഉണ്ടാക്കല്. ഇതിലേക്ക് നമുക്ക് വേണമെങ്കിൽ ചിക്കൻ വറുത്തതും അല്ലെങ്കിൽ ഫിഷ് വറുത്തൊക്കെ ആഡ് ചെയ്യാം, കുറച്ചും കൂടി ടേസ്റ്റ്. അപ്പോൾ ചിക്കൻ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ മുന്നേ ചിക്കനൊക്കെ ആഡ് ചെയ്യായിരുന്നു. അപ്പോൾ അതില്ലാത്തതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഇത് കണ്ട് ആരും അനുകരിക്കൊന്നും വേണ്ട, നിങ്ങളതായിട്ടുള്ള രീതിയിൽ ഫുഡ് നോക്കിയാൽ മതി. ഞാൻ ഇങ്ങനെ കഴിക്കണം എന്നല്ല ഞാൻ പറഞ്ഞത്, ഞാൻ കഴിക്കുന്ന രീതി ഇതാണെന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടോ. അപ്പോൾ ഈ ലഞ്ച് പ്രിപ്പയർ ചെയ്തതിൻ്റെ ഒരു ഫുൾ വീഡിയോ ഞാൻ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്, എൻ്റെ വീഡിയോസിൽ കാണാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതൊന്ന് പോയി ചെക്ക് ചെയ്ത് നോക്കൂ കേട്ടോ. സിമ്പിളാണ്, എന്നാൽ ടേസ്റ്റിയാണ്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതെൻ്റെ ചാനലിൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അങ്ങനെ ഏകദേശം എൻ്റെ ഈ ഒരു ഡേ ഞാനിവിടെ അവസാനിപ്പിക്കും.
അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ഒരു ദിവസത്തെ ഉച്ച വരെയുള്ള ആക്ടിവിറ്റീസാണ് ഞാൻ ജസ്റ്റ് കാണിച്ചത്. ഉച്ചയ്ക്ക് ശേഷമുള്ളത് അടുത്ത വീഡിയോയിൽ കാണിക്കാം കേട്ടോ. കാരണം നാളെ ഒരു കല്യാണം ഉണ്ട്. അപ്പോൾ ആ കല്യാണത്തിനുള്ള പ്രിപ്പറേഷൻസും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പോൾ അതൊക്കെ വരുമ്പോഴത്തേക്കും വീഡിയോ ഭയങ്കര ലെങ്തി ആയി പോകും. അതുകൊണ്ടാണ് എല്ലാതും ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാത്തത്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ നിങ്ങൾ കാണണം കേട്ടോ, മറക്കാതെ കാണുക. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവരും കണ്ടതിന് ഒരുപാട് താങ്ക്സ്. പിന്നെ അതുപോലെ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ പ്ലീസ്. എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അതുപോലെ ലൈക്ക്, ഷെയർ ആൻഡ് കോമെൻറ്റ്. ഇഷ്ടമായ ചെയ്തേക്കുന്നേ. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണും വരേക്കും ബൈ.